ഇന്ന് നമുക്ക് അടിപൊളി ഒരു ചട്നി നോക്കിയാലോ. ഈ ചട്നി ദോശയായാലും ഇഡ്ഡലി ആയാലും ചപ്പാത്തി ആയാലും എന്തിൻ്റെ കൂടെയും പറ്റുന്നതാണ്. നമുക്ക് അടികട്ടിയുള്ള ഒരു ചീനച്ചട്ടിയാണ്, ഞാൻ ഇരുമ്പിൻ്റെ ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് നല്ലോണം ചെറിയ ഉള്ളി, ഒരു 5-10 ചെറിയ ഉള്ളി നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് പൊടിച്ച് വന്ന ചെറിയ ഉള്ളിയാണ്, അത് പിന്നെ അതും ടേസ്റ്റ് അല്ലേന്ന് വിചാരിച്ചിട്ടാണ് അത് മാറ്റാൻ ഞാൻ. അപ്പം അതിങ്ങനെ നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് നമുക്ക് അതിൽ കുറച്ച് വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്യുക കേട്ടോ. ഇത് ആഡ് ചെയ്യുമ്പം പിന്നെ നോക്കണം, ശ്രദ്ധിക്കണം, അധികം ചൂടാവുമ്പം സിമ്മിൽ തന്നെ ഇട്ട് റെഡിയാക്കാൻ നോക്കുക കേട്ടോ. കുറച്ച് തേങ്ങ ആഡ് ചെയ്യുക. തേങ്ങ നല്ലോണം ഒന്ന് വറുക്കണം കേട്ടോ. നല്ലോണം ഒന്ന് സിമ്മിൽ തന്നെ ചെയ്യാം. തീ കൂട്ടിയാൽ നമ്മൾ പെടും. അതുകൊണ്ട് സിമ്മിൽ തന്നെ ഇത് ചെയ്തെടുക്കാം. പിന്നെ അതിന് ശേഷം നമുക്കൊരു തക്കാളി, ഇത് ആവശ്യത്തിന് നിങ്ങൾക്ക് കൂടുതൽ ചട്നി വേണമെങ്കിൽ കൂടുതൽ സാധനങ്ങൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ കൂടുതൽ എടുക്കാം കേട്ടോ. ഞാനൊരു ചെറിയ തക്കാളി എടുത്തിട്ടുള്ളൂ കേട്ടോ. ആ തക്കാളിയും കൂടി നല്ലോണം ഒന്ന് വഴറ്റണം. ഈ തക്കാളി വഴറ്റുമ്പോൾ അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്ന വിധത്തിൽ നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. എന്നിട്ട് ഇത് വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിനാവശ്യമില്ല പ്രത്യേകിച്ചിട്ട്. അപ്പം നമുക്കിത് തണിഞ്ഞിട്ട് തന്നെ അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അരച്ചെടുത്തിട്ട് നമുക്കിതൊന്ന് വറവിലിടണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് കടുക് പൊട്ടിച്ച് 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പില എൻ്റെ അടുത്ത് കുറവായതുകൊണ്ട് 2-3 അല്ലിയേ കിട്ടിയിട്ടുള്ളൂ കേട്ടോ. അതും കൂടി ഇട്ടിട്ട് ഒന്ന് ഓഫ് ചെയ്തിട്ട് കുറച്ച് മുളക് പൊടിയും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം കണ്ടോ, നല്ല ചട്നിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂലേ. അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബൈ.